അയ്യോ അയ്യോ നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാരെ. അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമൻ ചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനെ ഒന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശംഖു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. സ്നേഹമുള്ള തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കടുത്ത ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? മുടിയോണ്ട് എങ്ങനെയാ കാറേട്ടി വലിക്കുക? സരസ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് ശക്തി ഉണ്ടാ? പിന്നെ ശക്തി ഉണ്ടാവൻ ഇരുമ്പാ തിന്ന. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ. ശ്രീകുട്ടി വരണുണ്ടോ? ഇപ്പൊ വരാട്ടോ. എവിടെ പോവാ? അമ്പലത്തില്. കൺകെട്ടറിയാന്ന് സരസ് പറഞ്ഞല്ലോ. അറിയോ? ഒന്ന് കാണിച്ചു തരാ. കാണാൻ വരണമെന്നൊക്കെ മോഹമുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരോ? ഒന്ന് കാണിച്ചു തരോ? ശരി. ഇത് കണ്ടല്ലോ, കണ്ടല്ലോ. പന്ത് എവിടെ പോയി? പന്ത് എവിടെ പോയി? പന്ത് പന്ത് തവളയാക്കോ? പന്ത് തവളയല്ല, പൂച്ചയാക്കാം. പൂച്ച അല്ല, ഈ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നാളികേരം. നേരെ നോക്കിയേ. നാളികേരം ആണല്ലോ. ഇപ്പൊ നോക്കിയേ. വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ചത്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി. ശരി. കസ്തൂരി, എന്റെ കസ്തൂരി, നീ പട്ടുടുത്തു പൊട്ടു. അയ്യോ അയ്യോ അയ്യോ, സംസാരിക്കാൻ സഹോദര. അയ്യോ, കൈ പിടിക്കണ്ട. ഏയ്,
നീ വാ. എന്താ പ്രശ്നം? ഞങ്ങളിങ്ങനെ ചുമ്മാ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതെപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ആ ശരി പോരെ. ആ തുടക്കേ. അത് മുണ്ടി തുടക്കേ. ആ അത് അവളുടെ കൊടുക്ക. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ കസ്തൂരി ഒരെണ്ണം കൊടുക്ക. നീക്കേ. വാ. എനിക്ക് റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കസ്തൂരി നീ പാട്ട് പാടുമല്ലടാ? ഇല്ല. ഡാൻസും ചെയ്യും. അറിഞ്ഞൂടാ. ഒരു പാട്ട് പാട്. കസ്തൂരി കസ്തൂരി ഡാൻസ് ചെയ്തോണ്ട് പാടാ. കസ്തൂരി പാടാ. അഴകിൻ ചെങ്കാരി പട്ടുടുത്തു പൊട്ടുമാലയിട്ട് വരും കസ്തൂരി കസ്തൂരി. അതല്ല ഞാൻ തരാം. അടുത്തതായി ഇത് വെച്ചേ. ആരംഭിക്കുകയാണ്. എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ. വരുന്നുണ്ടോ? വലിക്കൂ. ഇതാ നോക്കൂ കഴിക്കുന്ന. ഇതാ നോക്കൂ. ഇതാ നോക്ക് സുഹൃത്തുക്കളെ, സ്പർശിക്കുക പോലെ ചെയ്യാതെ വായുവിൽ കൂടി സ്വന്തം വായിൽ നിന്ന് വൈദ്യുതി വലിച്ചെടുക്കുക. ഇതൊന്നും മരുന്നില്ലല്ലോ. ഇതിനകത്തൊന്നും മരുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റി പിതാ മാറ്റി. കുടിച്ചിട്ട് കള്ളം പറയരുത്. അയ്യോ ദൈവത്തിനാണ് ഇതിനകത്തൊന്നും മരുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. കുടിച്ചെങ്കിൽ ഇതിൽ കൂടെ വരും. അയ്യോ ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. ഇതിൽ കൂടെ വരും. കുടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ. ഈ സുഹൃത്തിന്റെ കള്ളത്തരം വെറും എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയെയും കിട്ടും. അതെന്റെ ഒരു ഭാഗ്യമാ. ഇവിടെ വന്നപ്പോഴും കിട്ടി. നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹമുള്ള ഒരു ചേച്ചി. എവിടെ എന്റെ ചേച്ചി? ചേച്ചി ശംഖു എന്ന് അറിഞ്ഞില്ലേ? എന്താ ഇങ്ങോട്ട് കാണാത്ത? അവക്ക് നല്ല സുഖമില്ല. അയ്യോ എന്ത് പറ്റി? ഓ ഒരു ചെറിയ പനി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഓ അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല. അത് തെറ്റാ. ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനെന്താ ചേട്ടൻ കാണിക്കാത്ത? മോശമായി പോയി. ചേച്ചി നേരെ ഒരുപാടായി. ശംഖു പോയട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ചേച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയാൽ സ്നേഹമില്ലാത്തവരല്ലേ? ചേച്ചി എന്താ ചേട്ടന്റെ പ്രശ്നം? പൈസ ഇല്ലേ കയ്യില്? എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം. ടാക്സി വിളിക്കണോ? ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോണോ? ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ചേട്ടനും ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഇപ്പൊ നീയാണ് എന്റെ പ്രശ്നം. എന്നാടാ നിന്റെ അമ്മ ഇരട്ട പ്രസവിച്ചോ? എനിക്കോ എവിടെടാ അവൻ? പിന്നെ അട്ടി വാങ്ങിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. എവിടെ അവൻ? ഷാപ്പിൽ പോയിരിക്കുവാന്ന് പറയണ്ടെന്ന് പറഞ്ഞു. പങ്കജൻകുട്ടി, ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്നോണ്ട്. സൂര്യൻ ഉദിക്കുന്നതോ? എനിക്കറിയില്ല. കോഴി കൂണതുകൊണ്ട്. ലോകത്തുള്ള കോഴികളൊക്കെ തല്ലിക്കൊന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നേരം വെളുക്കൂലല്ലോ. എപ്പോഴും രാത്രി മാത്രം ചേട്ടൻ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി തനി കള്ളം തന്നെയാ. മരിക്കോളം ഞാനും നീയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. കൊതിയൻ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. യജ്ഞല്ലേ. ഇറങ്ങണ്ട, താൻ അവിടെ കിടന്ന് തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളോറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അത് അച്ഛനെ അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ. ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ശരിയല്ല.